പല ആൾക്കാരും ചെയ്യുന്നൊരു രീതി അവര്, അത് എന്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമായിട്ട് ഞാൻ പറയുമല്ല, പലരും കൊണ്ട് ചെറിയ തുക സ്തോത്രാഴ്ചയായിട്ട്, ഇപ്പൊ 10 രൂപ സ്തോത്രാഴ്ച ഇടുന്നത്, 10 രൂപയെ കുറച്ച് കാണുകയോ അല്ലെ 10 രൂപ ഇടുന്നവര് മോശമാണോ എന്ന് പറയില്ല. അത് അതിനകത്തൊരു കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞു ദൈവദാസന്മാർ അത് പറയുമ്പോ പ്രശ്നമാണ്. കാരണം അവര് പണം ഉണ്ടാക്കാൻ ഇത് അങ്ങനെ ഒരു പറച്ചിലുണ്ട്. ദൈവദാസൻ പറയുക 10 രൂപ. പക്ഷെ നമുക്ക് ഇന്നറിയാം, നമ്മളിപ്പം നിസ്സാരമായിട്ട് ഒരു വെളിയിലോട്ട് പോകുമ്പോൾ ഒരു നാരങ്ങാവെള്ളം കുടിക്കാനാണെങ്കിൽ പോലും ഒരു 25 രൂപ 25 രൂപ. അപ്പം സ്തോത്രാഴ്ച ഇടുമ്പോ ഈ 10 രൂപ ഇടുക അങ്ങനെ ചിന്തിക്കുന്നത്. അത് ഞാൻ അടുത്തൊരു കാര്യം പറയാം. ഈ വേദോസ്തി അങ്ങോട്ട് കണക്ട് ചെയ്ത് പൗലോസ് ഒരു വാക്ക് പറയുന്നുണ്ട്. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി. സദൃശവാക്യം 11 വചനമുണ്ട്. അതായത് 11 അധ്യായത്തിലെ വചനം കിടക്കുന്നത്, ഒരുത്തൻ ന്യായവിരുദ്ധമായി അവൻ ശേഖരിക്കുമ്പോഴും അവന് ഞെരുക്കം മാത്രമേ ഉള്ളൂ. ധാരാളമായി വിതയ്ക്കുന്നവൻ, അതല്ലേ അവൻ വാരി വിതറി വിതയ്ക്കുന്നു, അവന് നീതി നിലനിൽക്കുന്നു. അപ്പം ദൈവത്തിന് കൊടുക്കുന്ന അളവിൽ നമ്മൾ ദൈവത്തെ ഓണർ ചെയ്യും. അതിനോട് കണക്ട് ചെയ്ത് കർത്താവ് പറയുന്ന വചനമാണ്, അളക്കുന്ന അളവിൽ അളന്ന് കിട്ടും, ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനെ അവനിൽ നിന്നുള്ളത് ഇല്ലെന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ, ഇല്ല. കാരണം അവനോടുള്ളതെടുത്ത് അവരറിയുന്നില്ല, കൊടുത്ത് ആ മറ്റേ വ്യക്തിക്ക് കൊടുക്കുക. ഞാൻ സഭയിൽ എപ്പോഴും പറയും, ഇല്ല വയ്യ എന്നൊരു വാക്കുകൾ പറയരുത്. പൗലോസ് പറഞ്ഞ്, ഞങ്ങളൊന്നുമില്ലാത്തവരെങ്കിലും എല്ലാം ഉള്ളവരെ പോലെ. കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ, അത് ആ ദൈവത്തിന് കൊടുക്കുന്ന മണ്ഡലങ്ങളിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ പോലെയും ദൈവവിഷയത്തിൽ നാം സമ്പന്നരായിരിക്കണം. നമ്മുടെ ഒരു ആത്മീയ അടിസ്ഥാനത്തിന്റെ ലെവല്, എനിക്ക് ഞാൻ പറയാം, അമേരിക്കയിൽ നിന്ന് ഗൾഫിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ സാധാരണക്കാർ വേണം ഇങ്ങനെ പറയാം, കൂലിപ്പണിക്ക് വന്ന് അങ്ങനെ വരുന്ന ഒരു ചർച്ച, ഞാൻ അവരെ ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷിക്കുന്നു. പക്ഷേ 1000 പേര് വരുന്ന ഒരു സഭയിലുള്ളൊരു ദൈവദാസന് ഉള്ളപ്പോൾ തന്നെ ഞാൻ ജീവിക്കുന്നു. അതിൻ്റെ കാരണം ഞാൻ ദൈവത്തിന് കൊടുക്കുന്ന കാര്യം. ഇന്ന് രാവിലെ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നാളെ ഫാസ്റ്റിംഗ് പ്രയർ തുടങ്ങാം 3 ദിവസം. ഞങ്ങൾ 3-ാം ദിവസം സീഡുണ്ട്, ഏറ്റവും കൂടുതലിടുന്ന ഞാൻ പറഞ്ഞു അതുകൊണ്ട് റെഡിയാണ്. ഞങ്ങൾ അതെടുത്ത് കാരണ്ടി ആറിയോ ഞങ്ങൾ ചെയ്ത് ദൈവത്തിനുള്ള ഞങ്ങൾ തൊടത്തില്ല. ഭയം, കാരണം അതെടുത്താൽ അതിന് പണി കിട്ടും. കാരണം സമർപ്പണോ. അപ്പോൾ ഒരാൾ 10 എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ആത്മീയമായ നിലവാരം, അവർ സമ്പന്നരായിരിക്കും, കർത്താവരെ സ്നേഹിക്കുന്നവർ ദൈവരാജ്യത്തിൽ പോകും. പക്ഷെ അവരുടെ ഭൗതിക നിലവാരങ്ങളിൽ വളരെ സൂക്ഷിപ്പായിരിക്കും. എനിക്കറിയാവുന്നുണ്ട് പറയാം, ഇന്നും അവരിത് ഇടുന്നു. ദൈവത്തിന് കള്ളം പറയാനൊക്കെ പറ്റുമോ? ദൈവവചനം സത്യമല്ലേ? ദൈവം കള്ളം പറയത്തില്ല, വ്യാജം പറയത്തില്ല. ദൈവം പറഞ്ഞാൽ അളക്കുന്ന അളവില് പാത്തിരുന്ന് ഇപ്പൊ ഒരു 10 രൂപ ഇട്ടാൽ അതിന്റെ എത്ര ഉണ്ട്? 100 മേനി. ദൈവത്തിന് എന്ത് കൊടുക്കുമ്പോഴും നല്ലത്, അതാണ് ദൈവദാസന്മാർ പറയുന്നത്, നല്ലത് ദൈവത്തിന് ഏറ്റവും നല്ലതും ഉയർന്ന നിലവാരത്തിലുള്ള കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ദൈവം മാനിക്കും. ഇത് പണം ഉണ്ടാക്കാൻ നമ്മൾ കേൾക്കുന്നില്ലേ, അതിനകത്തൂടെ ഒത്തിരി ഈ ദൈവന്മാര് പൈസ ഉണ്ടാക്കാൻ ഇതൊരു വ്യാജമായ, ഇതൊക്കെ പറയുന്നൊരു കുഴപ്പമില്ല. പക്ഷെ കുറെ കഴിയുമ്പോൾ അവർ വിതച്ചതിൻ്റെ ഒരു ഷെയ്ഡ് ഞാനത് കാണുന്നുണ്ട്. മുട്ടുവേദന നമുക്കറിയാമല്ലോ, മുട്ടുവേദന ഒരു കുറച്ച് പേര് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, മുട്ടുവേദന സഹിക്കണം. പക്ഷെ നമുക്ക് പല വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞല്ലേ ICUയിലും. കാരണം അവിടെ ആർക്കും ആരെ സഹായിക്കണം, അവരുടെ നാവുകൊണ്ട് അവർ പറഞ്ഞ സൗഖ്യം വേണ്ട. ICU എന്നുള്ളതല്ല, ഇപ്പൊ നമ്മളിപ്പോ ഇതിനെ ഇങ്ങനെ കളിയാക്കി പറയുന്നത്. എനിക്കൊരു മുട്ടുവേദന വന്ന ഒരു സ്റ്റെപ്പ് കയറുന്ന സാഹചര്യം മുട്ടുവേദന അല്ലയോ? അപ്പൊ ഇത് വേദനകളാ. ഒരു ചെറിയ പല്ലുവേദന വന്ന് ഉറങ്ങാൻ നോക്കൂ. എന്തിനാ ഇതിനെ തുച്ഛീകരിക്കുന്നേ? ദൈവത്തിന് കൊടുക്കണ്ട, ഇവന്മാരെല്ലാം ഒന്നും വേണ്ട. പാസ്റ്റർ, ഇപ്പൊ നമ്മൾ പലപ്പോഴായിട്ട് ഒരുപാട് ജനങ്ങൾ കാണുകയും പലപ്പോഴും സോഷ്യൽ മീഡിയയിലും ഒക്കെ വരുന്ന ഒരു കാര്യമാണ്, പല ആൾക്കാർ അവർ വളരെ ആത്മാർത്ഥമായിട്ട് ചർച്ചിൽ നിൽക്കുന്നു. അവര് ചർച്ചിന് വളരെ ഇഷ്യൂസ് വരും, അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. അപ്പം എന്തെങ്കിലും അവർക്കൊരു ആളുകളിൽ ഒരു വിഷമം വന്നു, അവർ ചിലപ്പോൾ ആ ചർച്ചിൽ നിന്ന് മാറുന്നു, അല്ലെങ്കിൽ അവർക്ക് തന്നെ വിഷമം വരുന്നു. അന്നേരം അവര് പറയുന്നു, ഞാൻ ഒത്തിരി ദശാംശം സ്തോത്രാഴ്ച തന്നു, എനിക്കൊന്നും വന്നില്ല, അത് നഷ്ടമായി, അത് ആ ശുശ്രൂഷകര് കൈക്കലാക്കി എന്നൊക്കെ പറയുന്ന ഒരു ആരോപണം പോലെ. അതിന്റെ ഒരു ദൈവവചന വീക്ഷണത്തിൽ ഞാൻ പറയാം. ഒരിക്കൽ എന്നോട് ഒരു സഹോദരൻ, എനിക്കറിയാവുന്ന ഒരാളാണ്, എന്തോ ഒരു ഇഷ്യൂസിൽ അദ്ദേഹം ആ സഭയിൽ നിന്ന്, ആ കൂട്ടായ്മയിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ ദശാംശം കൊടുക്കുന്ന ആളായിരുന്നു, എല്ലാ കാര്യത്തിനും മുന്തിരുന്നു, എൻ്റെ എല്ലാം നഷ്ടമായി. ഞാൻ പെട്ടെന്ന് തിരുത്തിട്ട് പറഞ്ഞു, ബ്രദറെ, നിങ്ങളുടെ ഒന്നും നഷ്ടമായില്ല, നിങ്ങൾ ആ വ്യക്തിക്കല്ല അർപ്പിച്ചത്, നിങ്ങൾ ദൈവത്തിനാണ് കൊടുത്തത്. അതുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തിയൊരു വചനം പറയാം. കൊർന്നല്യൂസിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നു. നമ്മളത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടേതല്ല, ഒരു വസ്തു തമ്മിൽ
ഇപ്പൊ ഈ നമ്മൾ ഈ എടുക്കുന്ന ഈ സ്റ്റുഡിയോ ഇതിനൊരു ഉടമ ഉണ്ടല്ലോ, ഒരു ഡീലിങ്ങിലൂടെ വേറൊരാൾക്ക് ഇത് കൈമാറുന്ന സന്ദർഭത്തിൽ ആ എഗ്രിമെന്റിൽ ഇന്നാക്ക് എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് അവകാശമുണ്ടോ അതിന്റെ കാര്യം കഴിഞ്ഞാൽ? ദൈവത്തിന്റെ രാജ്യത്തിൽ ആ ഓഫറിംഗ് ബോക്സിൽ അല്ലെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് ഒരാൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കോ ആ ദൈവദാസനോ അതിന് ഉത്തരവാദിത്വമില്ല. ഉണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അത് കൈകാര്യം ചെയ്യുന്നവര് നീതിപൂർവം പരിജ്ഞാനത്തോടെ ചെയ്തില്ല, ദൈവം അവരെ കൈകാര്യം ചെയ്യും. കാരണം വചനം പറഞ്ഞു, അനീതിയുള്ള മാമോനിൽ നിങ്ങൾ വിശ്വസ്തരായില്ലെങ്കിൽ. അപ്പൊ ദൈവത്തിന്റെ ആ കൊടുക്കുന്ന ആ സഭയ്ക്കും അവർക്കുള്ള ഉത്തരവാദിത്തമാണ് ആ കണക്കുകൾ ഗവൺമെന്റിനെയും ബോധിപ്പിക്കണം, സ്വർഗീയ ഗവൺമെന്റിനെയും ബോധിപ്പിക്കണം. വേണം ചില പറയും പിശാചിന് ഒരു കോപ്പി കൊടുത്തേക്കാൻ പറയും. അല്ല, അപ്പം പാസ്റ്റർ പറയുന്ന ഒരു ആശയം വെച്ച് ഞാനിപ്പോൾ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തു, ദൈവം അത് കണക്കാക്കി കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ പ്രസ്ഥാനവുമായിട്ട് അധികം ചിന്തിക്കേണ്ട കാര്യം. ആ വ്യക്തിയും ആ സഭയുമായിട്ടോ പാസ്റ്ററുമായിട്ടോ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ദൈവ സ്നേഹത്തിൽ നിങ്ങൾ അവിടുന്ന് പറഞ്ഞു പിരിയുക. വേറെ ഒന്നുമില്ല. നിങ്ങൾ മാറുമ്പോഴേ കൊടുത്തതോ കാര്യങ്ങളോ അത് ദൈവരാജ്യവുമായിട്ടുള്ള ബന്ധം. ഞാനൊരു പാസ്റ്ററിന് കൊടുത്തു, അത് ആ പ്രതിഫലം ആ പാസ്റ്ററിൽ നിന്നല്ല, അത് ഞാൻ ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്തു. ദൈവം എനിക്ക് അതിൽ പ്രതിഫലം. ആ വ്യക്തി പോകുന്ന ആ കൂട്ടായ്മയെന്നല്ലേ പോകുന്നേ? ദൈവത്തിൽ നിന്ന് മാറുന്നുണ്ടോ വ്യക്തി? ദൈവത്തിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ ദൈവത്തിന് കൊടുത്ത അവിടെ ഉണ്ട് പുള്ളിക്ക്. മനസ്സിലായോ? ഇപ്പൊ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാള് ട്രാൻസ്ഫർ കിട്ടി വേറത്ത് പോകുമ്പോഴും അവരെന്തോ ആ ചെയ്ത സേവനങ്ങൾ അവിടെ ഉണ്ടല്ലേ? അത് വേറൊരാളെ ഓഡിറ്റ് വേറൊരാളിൽ വന്ന് ഏറ്റെടുക്കുന്നത്. അപ്പൊ അവിടെ ഉണ്ട്. ഇതിനെയെല്ലാം നഷ്ടമാണെന്നല്ല, അങ്ങനെ പല സഭകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ദൈവരാജ്യത്തിന്റെ സിസ്റ്റം ഉണ്ടല്ലോ, അപ്പൊ ഞാൻ അതിനെ ഈ നഷ്ടമായി എന്ന് പറയുന്നത് എനിക്ക് അത് ഒരു ആത്മീയമായിട്ട് അനുഗ്രഹത്തിന് വിഘ്നമാവും. ഒന്നും അനുഗ്രഹത്തിന് വിഘ്നമാവും. പ്രയോഗങ്ങൾ അത് നഷ്ടം. ഇപ്പൊ ഞാൻ പറയുമ്പോ ഞാനിപ്പോ ഒരു ബാങ്കിൽ കൊണ്ടുവന്ന ഒരു നന്മ, ഞാൻ എൻ്റെ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലെ ഞാനിവിടെ വിട്ടിട്ട് ഞാൻ ആ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ച് എനിക്ക് നഷ്ടമാണെന്ന് പറഞ്ഞാലോ? ഒരിക്കലും. എന്തായാലും ബാങ്ക് ആയതുകൊണ്ട് കിട്ടുന്നത് നഷ്ടമാണെന്ന് പറഞ്ഞാൽ ലാഭമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ള ഇൻട്രസ്റ്റ് നമുക്ക് തരും. ദൈവം അങ്ങനെ വ്യവസ്ഥകളുണ്ട്. ബാങ്കിൽ കൊണ്ടുവന്ന ഒരാള് ഒരു 10,000 രൂപ നിക്ഷേപിച്ചാൽ അതിനൊരു ന്യായമായ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ? ദൈവത്തിന്റെ കാര്യത്തിൽ ഒരാൾ ചെയ്തിട്ട് അവരുടെ നാവ് കൊണ്ട് ഫലമില്ലാത്തൊരു വാക്ക് പറയുമ്പോൾ അത് റിസൾട്ടായിട്ട് വരത്തില്ല വ്യക്തിക്ക്. അനുഗ്രഹത്തിന് തടസ്സം ദൈവത്തിന് കൊടുക്കണമെന്നുണ്ട്. ദാനിയേലിന്റെ നന്മയുടെ എന്തോരം തടഞ്ഞില്ലേ? ദാനിയേലിന്റെ നന്മയെ തടഞ്ഞപ്പോൾ എന്തോ പറഞ്ഞേ? ഗബ്രിയേൽ വന്ന് എന്തോ പറഞ്ഞേ? പ്രിയപുരുഷനായ ദാനിയേൽ നീ പ്രാർത്ഥിച്ച നാഴികയെ തന്നെ മറുപടി കേട്ടു, പക്ഷെ അവിടെ തടഞ്ഞു. ദൈവം റിലീസ് ചെയ്യുമ്പോൾ ഇവൻ തടയും. കാരണം ഈ വ്യക്തി നാവ് കൊണ്ട് പറഞ്ഞു നഷ്ടമാ, ഇതാ ദൈവദാസൻ അടിച്ചെടുത്തു, ആ കുടുംബം കൊണ്ടുപോയി അവര് കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. ഇത് പറയുമ്പോൾ ആർക്കെതിരെ സംസാരിക്കുന്നു? അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇത് നമ്മുടെ വാക്കുകൾ കൊണ്ട് തന്നെയാണ് നമ്മുടെ അനുഗ്രഹത്തെ നമ്മൾ തടസ്സപ്പെടുന്നത്. ഇതിനെ നമ്മളെ ദൈവരാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു പൈസ. ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോ ആത്മീയ മണ്ഡലത്തിലുണ്ട്. ഞാൻ എന്റെ ഈ അനുഭവം ഒരു 10-25 വർഷത്തെ അത്രേ ഉള്ളൂ. ഒത്തിരി അനുഭവം 40-50 വർഷം സീനിയറായുള്ള ദേവദാസന്മാരുണ്ട്. എന്റെ 25 വർഷത്തെ എന്റെ അനുഭവത്തിൽ പറഞ്ഞാൽ ഇത് വേണ്ടാന്നോ, ഇതിനെ ധിക്കരിക്കുവോ, ഇത് കള്ളത്തരമാണെന്നും ഇത് നഷ്ടമാണെന്നും അല്ലെങ്കിൽ കൊടുത്തത് നഷ്ടമായി പോയി, അല്ലെങ്കിൽ ഇങ്ങനെ വാങ്ങുന്ന ദൈവിക വ്യവസ്ഥയെ അവർ എതിർക്കുമ്പോൾ ദൈവവചനത്തെയാണ് അവർ എതിർക്കുന്നത്, ദൈവവ്യവസ്ഥയെ. ഇപ്പൊ ഒറ്റ കാര്യം ഞാൻ പരിശുദ്ധം എന്നെ ഓർപ്പിക്കുന്നത്, അനന്യാസും സബീറയുടെ വിഷയത്തിൽ പത്രോസ് ചോദിക്കുന്നൊരു വാദന, വിൽക്കുന്നതിന് മുമ്പ് നിന്റേതായിരുന്നു, വിറ്റ കാര്യം എന്റെ പാസ്റ്ററെ, പത്രോസ് പാസ്റ്ററെ, ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? പാവങ്ങൾ പള്ളി വരുന്നല്ലേ, നിങ്ങൾ എന്തിനാ ഈ ഭൂമി വിറ്റ കാര്യവും ആവശ്യമില്ലാത്ത കാര്യം നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നത്? ചോദിക്കത്തില്ലയോ? നിങ്ങൾ എന്തിനാ? എത്രയോ ഉള്ളോ? സാത്താൻ നിന്റെ ഹൃദയം എന്താ അവകാശം? വിൽക്കുന്നതിന് മുമ്പ് നിന്റേതായിരുന്നല്ലോ, വിറ്റ ശേഷം നിന്റേതല്ലേ? എന്തിനാ പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറഞ്ഞ്? അപ്പൊ ഈ കൊടുക്ക വാങ്ങലുകളിലെല്ലാം എല്ലാ നന്മകളിലും ഒരു ദൈവിക ഇടപെടലില്ലയോ? ഞാനൊരു വസ്തുവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് വിൽപ്പന നടന്നാൽ എല്ലാവരും അല്ല അവര് പാസ്റ്ററെ എനിക്ക് അതിൽ നിന്നൊരു നന്മ കിട്ടിയത്. ഇപ്പൊ നമ്മള് കുഞ്ഞിനെ ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ കുഞ്ഞിനെ ഒരു നന്മ നമുക്ക് മേടിക്കണ്ടേ? പൗലോസ് പറഞ്ഞ ആത്മീയമായിട്ട് വിതച്ചിട്ട് ഐഹികമായി ഞാൻ കൊയ്യാൻ അധികാരമില്ലയോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭാവം? ആത്മീയമായി വിതച്ചിട്ട് എന്നിട്ടും പുള്ളി പറഞ്ഞ് ഞങ്ങളത് ഉപയോഗിക്കുന്നില്ല, ചെയ്യരുതോ, ഞങ്ങൾ ചെയ്യുന്നില്ല. പക്ഷെ തന്നാൽ ദൈവികമായ കാര്യങ്ങൾ ഇപ്പം ഞാൻ പറയാം, ഞങ്ങൾ വളർത്തി പഠിപ്പിച്ച് പുറത്തോട്ട് കൊടുത്തപ്പോൾ എല്ലാവരും ചെയ്യുന്നില്ല. കുഞ്ഞുങ്ങൾ അവരുടെ നന്മ ജോലിയിൽ നിന്ന് ഞാൻ കാഴ്ചയിടുന്നു, അവർക്ക് ചെയ്യാൻ അധികാരമില്ലയോ? അവരെ വളർത്തി പഠിപ്പിച്ച് അവർക്ക് വേണ്ടി ഇടിവിടുന്ന ദൈവദാസനത് കൊടുക്കണ്ടേ? ഇതെല്ലാം സാത്താന്റെ വഞ്ചനകളാണ്. ഞാൻ ഇതോടെ പറഞ്ഞ് നമുക്ക് ഈ ഭാഗം കൺക്ലൂഡ് ചെയ്യാം. ഒരു കാര്യം പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ കൊടുക്കുന്ന പൈസ ദുരുപയോഗം ചെയ്യുന്നു. അത് ഇപ്പൊ സുവിശേഷം എത്തണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു, പക്ഷെ അങ്ങനെ അല്ലാണ്ട് അത് സംഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പല കാര്യങ്ങൾ അങ്ങനെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പം അത് പാസ്റ്ററിന്റെ ഒരു തീർച്ചയായിട്ടും ഞാൻ പറയും, ഞങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുന്ന ചർച്ച കണക്ക് ചെയ്യുന്നു, കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത്
അവർക്ക് വരുന്ന കാര്യങ്ങൾ ഇതുമായിട്ട് ഞാൻ ചെയ്താൽ ടെന്നുപാഷിന്റെ എടുത്തൊരു വിഷയം ഞാൻ അവർ കണക്ട് ചെയ്ത് തന്നെ പറഞ്ഞോളൂ പറയാം. അവർ ചോദിച്ച ഒരു വിഷയം, വലിയൊരു ഇഷ്യൂ ആയ സംഭവം, കർത്താവ് ഉപയോഗിക്കുന്ന PG അങ്കിള് ചോദിച്ചു, നിങ്ങൾക്കൊരു സഭ വേണ്ടായോ, അതിന് എത്ര രൂപ? അദ്ദേഹം എന്താ പറഞ്ഞു? 8 കോടി രൂപ വേണം പറഞ്ഞു. അതിന് ഭയങ്കര വിമർശനാത്മകമാണ്. കോടി വേണം. ഞാൻ ചോദിച്ചോട്ടെ, ഒരു 100 പേരുള്ള ഒരു സഭയുള്ള ഒരു പാസ്റ്ററിന് 8 കോടി വേണം? അതിന്റെ അങ്ങനെ ഒരു കെട്ടിടം വേണോ? അതിന് 50 പേരുള്ളവർക്ക് വേണോ? 20 പേരുള്ളവർക്ക് വേണോ? ആയിരങ്ങൾ 10,000 അടുത്ത് വരുന്ന ഒരു വ്യക്തിക്ക് ഇന്നത്തെ നമുക്ക് ഗവൺമെന്റ് സാങ്ഷൻ തരുന്ന ഒരു കെട്ടിടം പണിയണമെങ്കിൽ അല്ലേ, മറ്റു പള്ളികളിലെല്ലാം 6 കോടി നമുക്കറിയാം, ഇവിടെല്ലാം നടവരുമാനമില്ല, എവിടെല്ലാം മറ്റു തരത്തിലുള്ള വരുമാനങ്ങൾ വരുന്നു. അദ്ദേഹം ചോദിച്ച തെറ്റാണോ? അദ്ദേഹത്തിനാണോ അത്? വലിയൊരു ചെലവാണെന്ന് പറയാം. ഇപ്പൊ ഒരു വീട് പണിയുന്നു, ഒരു 6 പേരുള്ള ഒരു വീട് പണിയുന്നതിന് ഒരു ആവറേജ് ഒരു 35 മുതൽ 50 നമ്മുടെ നാട്ടിൽ. ഇന്നലെ ഞങ്ങളുടെ ഒരു വേണ്ടപ്പെട്ട ഒരാളുമായി സംസാരിക്കുമ്പോൾ ഒരു ഫർണിഷ്ഡ് വീട് ചോദിച്ചോ 1.65, 1.65 ഒരു കണക്ക് പറഞ്ഞ അങ്ങേറ്റം ഒരു 10 പേരായിരിക്കും ആ വീട്ടിൽ താമസിക്കുന്നത്. അതേസമയം ഇത് ഒരു ആലയം എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്രയോ ആൾക്കാർ. എങ്ങനെയായാലും നമുക്കറിയാം, പോട്ട് 10,000 പേര് അവിടെ കൂടുന്നു, അല്ലെ പോട്ട് ഒരു 500 ഫാമിലി ആണെങ്കിലും അതിനുള്ള ഇന്നത്തെ രീതിയിലുള്ള അതിന് വേണ്ട കാര്യങ്ങൾ, ഫയർ പ്രൂഫ് ആയിരിക്കണം, അതിന് വേണ്ട AC, ഇപ്പം അറിയാലോ സൗണ്ട് പ്രൂഫ് വേണം, പിന്നെ അതിന് വേണ്ട ബാത്റൂം ഫെസിലിറ്റീസ്, പാർക്കിംഗ് ഫെസിലിറ്റീസ് ഗവൺമെന്റ് ചോദിക്കുന്നെല്ലാം ചെയ്യണം. എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? അതിനെ വെറും തെറ്റായ ലെവലിൽ ആ ദേവദാസനെ ശ്വാസം മുട്ടിച്ച് ഞാൻ ആ ഭാഗത്തോട്ടൊന്നും കിടക്കുന്നില്ല. എല്ലാ കാര്യം അത് ഞാനും പറയാണ്. നാളെ എനിക്കൊരു 10,000 പേര് വന്നാൽ ഞാൻ എത്ര കോടിയുടെ ചർച്ച ഞാൻ വെക്കണ്ടേ? പറ. അപ്പൊ ഇതെല്ലാം ഞാൻ പറയുന്നത്, ഇതെല്ലാം ഇതിന്റെ പിൻപിലെല്ലാം വ്യക്തികളല്ല, ഇതിന്റെ പിൻപിലെല്ലാം ദൈവരാജ്യത്തിന് എതിരെ നിൽക്കുന്ന നമ്മുടെ നഗ്ന നേത്രത്തിന് കാണാൻ കഴിയാത്ത വേദോസിന്റെ ഭാഷ പറഞ്ഞാൽ ഇരുട്ടിന്റെ ശക്തികൾ തന്നെയാണ്. ഇതിനെ എതിർക്കണം. പക്ഷെ എന്ന് കണ്ട് നമ്മൾ ആരോടും വഴക്കണമൊന്നും പോകണ്ട. ഞാൻ ഇതൂടെ പറഞ്ഞു ചോദിച്ചല്ലോ ഏകദേശക്കാരികൾ, ഞാൻ ഇതൂടെ പറഞ്ഞു കൺക്ലൂഡ് ചെയ്യാം. ദൈവത്തിനെതിരെയോ ദൈവനാമത്തിനെതിരെയോ സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യം ചില ലൈക്ക് കൂടും, കമന്റ് കൂടും. നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ വേദോസ്തി 3-4 വാക്യങ്ങൾ കിടപ്പുണ്ട്. ഒന്ന്, അപ്പന്റെ നഗ്നത കണ്ടപ്പോൾ ഒരു മകൻ എന്ത് ചെയ്തു? താനെ ആദ്യം അവൻ കണ്ട് അവൻ വിളിച്ച് അല്ലേ, അവന് മൂടാമായിരുന്നു. നഗ്നത എന്തിനാ കാണിക്കുന്ന പതെന്നറിയോ? ബലഹീനത, കുറവുകള്. അപ്പൊ എനിക്ക് ബ്രദറിനോടൊരു പ്രശ്നമുണ്ട്, എനിക്ക് പേഴ്സണലി പറഞ്ഞ തിരുത്താം അല്ലേ, ഞാനൊരു ചാനലിൽ കൊണ്ടെന്നല്ല അത് ചെയ്യണ്ടേ അല്ലേ, അതിന് കണക്കുണ്ട്, അതിന് ശിക്ഷയുണ്ട്. തീർച്ചയായിട്ടും അതുണ്ട്. ഒന്നേൽ ആ വ്യക്തി അവരുടെ തലമുറകളിലോ അത് വ്യാപരിക്കും, അല്ലേ അവർ നെടുമ്പാട് വിളിച്ചവൻ. ഞാൻ പറയുന്ന ഒറ്റ കാര്യം ഇതാണ്, ഒരു ദൈവദാസനെതിരെ ഞാൻ സംസാരിച്ചാൽ എന്താ പറയുക, ഞാൻ പറയാം, എന്നതായാലും അയാൾ അഭിഷേകം പ്രാപിച്ച ആൾ അല്ലേ, ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടല്ലോ. ശൗലിനെ കൊല്ലാൻ 1000 ചാൻസ് ദാവീദിനുണ്ടായിരുന്നു ഇല്ലയോ? പക്ഷെ ദാവീദ് ഒരിക്കലും വസ്ത്രത്തിന്റെ അഗ്രം മുറിച്ചിട്ട് എന്തോ പറഞ്ഞു? ദൈവത്തിന്റെ അഭിഷേകത്തിനെതിരെ എൻ്റെ അഭിഷേകത്തിനെ തുടരുതെന്നും എൻ്റെ പ്രവാചന ദോഷം വരുതെന്നും പറയുമ്പോൾ ആ പറയുന്നവരെ ഈ മുടിയനായ പുത്രന്റെ ഉപമയിലെ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. കേൾക്കുന്നുണ്ടോ? അപ്പൊ ദൈവത്തോട് അവർ ഒരു കാലത്ത് മാനസാന്തരപ്പെട്ട് ദൈവമേ ഞാൻ ദൈവാസനോട് പറഞ്ഞ തീരത്തില്ല, ആ വ്യക്തിയോട് പറഞ്ഞാലേ തീരത്തുള്ളൂ. അതുവരെ ആ അവകാശം ആത്മമണ്ഡലത്തിൽ കടക്കുന്ന ആത്മീയ അധികാരത്തിൽ ശുശ്രൂഷിക്കുന്ന ആളായുണ്ട്, അല്ലാതെ വരത്തില്ല. പിന്നെ വേറൊരു കാര്യം, സാമ്പത്തികത്തിനെതിരെയാണ് സംസാരിച്ചാൽ സാമ്പത്തികമായ വാതിലുകൾ നിങ്ങൾക്ക് ലോകം മുഴുവൻ തുറന്നു തന്നാലും ദൈവം തുറന്നില്ലെങ്കിൽ ലഭിക്കത്തില്ല. ദൈവം ആകാശത്തിന് കിളിവാൾ തുറക്കാമെന്ന് ആരാ പറഞ്ഞു? നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞു വേണ്ട, ഇത് കള്ളമാണ്, എനിക്ക് നഷ്ടമായിപ്പോയി. അതേസമയം ഒരു കൂട്ടായ്മയെന്ന് പോകുമ്പോൾ കൊടുക്കുമ്പോൾ ആ ദൈവത്തിന് കൊടുത്തു, എനിക്കതിന് ദൈവം ഒരു പ്രതിഫലം എനിക്കതിനെ തരും എന്ന് വിശ്വസിച്ച ദൈവം പ്രതിഫലം തരും. ഞാനതല്ലേ പറഞ്ഞ്, ഇന്ന് ഞാൻ നിൽക്കും മന്ന പൊഴിയുന്ന പോലെ എൻ്റെ കാര്യങ്ങൾ സാധാരണ ഞാൻ പറഞ്ഞല്ലോ, 1000 പേര് പോകുന്ന ചർച്ചിലെ പോലെ എനിക്ക് പുറത്ത് ശുശ്രൂഷകൾ അധികമില്ല, ഈ പറഞ്ഞ ക്രൂസൈഡ് ഇങ്ങനെ ചെറിയ മേതികൾ. പക്ഷെ എന്നെ ദൈവം ഉപയോഗിക്കുന്ന കാരണം ഞാൻ ദൈവത്തിൻ്റെ ദിവസം കൊടുത്താൽ അനുഗ്രഹിക്കപ്പെടും. ഞാൻ 2007 ദശാംശം കൊടുത്ത ലെവലല്ല ഇന്ന് ഞാൻ കൊടുക്കുന്നത്, ഏറ്റവും നല്ല ദൈവത്തിനോട് ആ കൊടുക്കുമ്പോൾ ദൈവം എനിക്ക് വിശാലമായ വഴികളെ ദൈവം തുറക്കും. ദൈവത്തിന്റെ പ്രത്യേകത പറയാം, എപ്പോഴൊക്കെ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളത്? പത്രോസിന്റെ വലയും പടക് രാത്രി മുഴുവൻ ഒരു ഊപ്പമീൻ പോലും പുള്ളി കിട്ടിയില്ലല്ലോ, കിട്ടിയോ? സാധാരണഗതിയിൽ നമ്മൾ ആ വല വീശിന് എന്തേലും മതി, ശകലം ചാളയാലും മതി. എന്തോ ചെയ്ത് വല കീറുമാറായി അല്ലേ, സപ്പോസ് ടു ബി ബ്രോക്കൺ. പടക് നിറഞ്ഞു, തൻ്റെ മാത്രമാണ് മറ്റുള്ളവരുടെ പടകൂട്. ഇനി തീർന്നില്ല, മുടിയനായ പുത്രനെ അപ്പന്റെ വീടിനെ കുറിച്ച് കാണുമ്പോൾ എന്തോ വേലക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു അല്ലേ. ഇയോടെന്ന് പറഞ്ഞു, ദേശത്ത് ക്ഷാമമുള്ള കാലത്തിലെ മാവ എണ്ണ. ഇപ്പൊ ദൈവം എപ്പോ ചെയ്താലും അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി, ദൈവത്തിന്റെ ഗ്ലോറി, അതാ അക്കോർഡിംഗ് ടു അവന്റെ മഹത്വം. ജിയുടെ ഒരു വലിയൊരു ബിസിനസ്മാൻ, തുക എത്രയാണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അദ്ദേഹം നടന്നു പോയി പറഞ്ഞു, ഇക്ക ഒരു വലിയ ബിസിനസ്സുകാരന് ഫ്ലഡ് എല്ലാം വന്നു, ഒരു ഞങ്ങളുടെ എല്ലാം നഷ്ടമാണ്, കുഞ്ഞുങ്ങളുമുണ്ട്,
പുള്ളി പെട്ടെന്ന് വൈഫിനെ ഒന്ന് നോക്കി, 5 ലക്ഷത്തിന്റെ ചെക്ക കൊടുത്ത്. ബ്രദർ പോവാണ് ഒരാളിങ്ങനെ സഹായിക്കുന്ന പറഞ്ഞത് 100 രൂപ അല്ലെ, എന്താ ചെയ്യുന്നത് നമ്മുടെ പ്രാപ്തി അനുസരിച്ച്. അപ്പൊ സർവശക്തനായ ദൈവം എങ്ങനെ പ്രവർത്തി, ദൈവത്തിന് ലെവൽ വിടാനൊക്കെ ദൈവത്തിന് അവന്റെ മഹത്വത്തിന്. അപ്പൊ നമ്മളെ കുറിച്ച് ദൈവം, ഞാനിത് ഷോർട്ട് കൺക്ലൂഡ് ചെയ്ത് ഞാൻ പറയുകയാണ്, നമ്മളെ കുറിച്ച് എന്തുമാത്രം നമുക്ക് കഴിയുമോ, അത് സമ്പത്ത് മാത്രമല്ല, നമ്മുടെ ആരാധന, നമ്മുടെ ആരോഗ്യം, പ്രാർത്ഥന, സമയം, എന്തുമാത്രം ദൈവത്തിന് മാക്സിമം. അതിനകത്ത് ഒരു പാർട്ടാണ് പണമെന്ന് ലോകം പറയുന്നത്, ഞങ്ങൾ പണം എന്നുള്ള നന്മ, അത് ഒരു പാർട്ടാണ്. മുഴുവൻ ദൈവത്തിന് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമായ ആലയമായി. അപ്പൊ ദൈവത്തിന് നമ്മുടെ സമയവും ആരാധനയും നാം വേണമെങ്കിൽ പറയാം, നമ്മളെ തന്നെ എറിഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ എന്ത് കൊടുത്താലും അവൻ തന്റെ മഹത്വത്തിന് ദൈവം പ്രവർത്തിക്കും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ എല്ലാത്തിലും പാസ്റ്റർ പറയുന്ന ഒരു കാര്യം, നമ്മൾ കൊടുക്കേണ്ടതിന്റെ ആവശ്യകത അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അവന് കൊടുക്കേണ്ട മഹത്വം, സംഘടനക്കാരൻ പറയാം, അവന്റെ മഹത്വത്തിനൊത്തവണ്ണം അവനെ സ്തുതിപ്പിക്കും. അതെ. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് കൊടുക്കുന്നത് ആരാധനയാണ്. അതെ, പാസ്റ്റർ ഇപ്പൊ പറഞ്ഞത് നമ്മൾ കൊടുത്തതിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. അല്ല, അങ്ങനെ വേദന ഉള്ളവരുണ്ട്. ഞാൻ അവരോട് പറയുക, നിങ്ങൾ ഏതെങ്കിലും സഭയിൽ നിന്ന് നിങ്ങൾക്ക് അവിടുന്ന് മാറേണ്ട ഒരു സാഹചര്യം വന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ പല കാര്യങ്ങളിൽ നിങ്ങൾ ആ ദേവദാസനോടോ സഭയോടോ പ്രശ്നത്തിലാണ് നിങ്ങൾ പോയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പോയി ക്ഷമാപണം നടത്തി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബ്ലെസ്സിങ് അവിടുന്ന് മേടിക്കണം. 100% ആവശ്യം. നിങ്ങൾ കൊടുത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട, ആ ദേവദാസനല്ല നിങ്ങൾക്ക് മടക്കി തരുന്നത്, ആ സഭയല്ല. ദൈവം നിങ്ങൾക്ക് ഒരു കർത്താവിന്റെ അപേക്ഷിത ലെവലിൽ പറയാം, ദൈവം നിങ്ങൾക്ക് തരും, നിങ്ങളുടെ ഒന്നും നഷ്ടമായിട്ടില്ല. നമ്മളായിട്ട് അത് സംസാരിച്ച് അയ്യോ നഷ്ടമായെന്ന് പറഞ്ഞ് നമുക്കുള്ള അനുഗ്രഹം പിശാച് മറ്റവൻ കേട്ടോണ്ടിരിക്കുവോ, പിശാച്. അപ്പൊ നമുക്ക് നഷ്ടമാകും. ഞാൻ വിതച്ചത് ആ സഭയിലല്ല, ഞാൻ ഇന്ന സഭയിലല്ല, ഞാൻ ദൈവത്തിന്റെ രാജ്യത്തിനാ കൊടുത്ത്, അതിനെനിക്ക് ഫലം തരുന്ന ആരാ? പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, വളരുമാറാക്കുന്ന. ഐ പ്ലാന്റഡ്, അപ്പൊല്ലോസ് വാട്ടർ, ബട്ട് ഗാഡ് ഹൂ ഗിവ്സ് ഇൻക്രീസ്. വളർത്തുന്ന ആരാ? ദൈവം ചെയ്യുന്നത്. ഈ കല്ലിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ അബ്രഹാമിനെ കഴിയത്തില്ല, ദൈവത്തിന് കഴിയും. നിങ്ങൾ വിതയ്ക്കുന്ന ഗോതമ്പിന്, അത് കണക്ട് ചെയ്തു കൊരിന്ത്യർ പറഞ്ഞു, നിങ്ങൾ വിതയ്ക്കുന്ന ഗോതമ്പിന്റെ വല്ലോ മണിയ ദൈവമാണ് ശരീരം കൊടുക്കുന്നത്. നമ്മൾ വിതയ്ക്കുന്ന വിതയ്ക്ക് എന്തുകൊണ്ട്? അതുകൊണ്ട് സഭയിൽ ദശാംശമുണ്ട്, സ്തോത്രകാഴ്ചയുണ്ട്, വിത്തുകളുണ്ട്, ഡൊണേഷൻ ഉണ്ട്. ഇതെല്ലാം ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കും വ്യാപ്തിക്കുമാ. പിന്നെ കൊടുക്കുന്നവരത് സ്വീകരിക്കുന്നവരും, കൊടുക്കുന്നവർക്ക് കൊടുത്താൽ ദൈവത്തിലായി, പക്ഷെ അവരെക്കാൾ ഉത്തരവാദിത്തമാണ് വാങ്ങുന്നവർ. അവരതിൽ വിശ്വസ്തരായിരിക്കും, അത് ദൈവം നോക്കും. വിശ്വസ്തരല്ലെങ്കിൽ ദൈവം അവരെ കൈകാര്യം ചെയ്യും. അപ്പം ഈ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ള, ഞാൻ എന്റെ ആത്മീയ കാഴ്ചപ്പാടുകളെ വളർത്തുക, ആത്മീയ കാഴ്ച ദൈവവചനത്തിലൂടെ. നമ്മളിപ്പോ സൃഷ്ടിച്ചപ്പോ പറഞ്ഞ ഷാജി പാസ്റ്ററിന്റെ ആശയമല്ലല്ലോ അന്നോ. അല്ല, ദൈവം നമുക്ക് ഓരോന്നും എടുത്ത് റെഫറൻസ് സമയങ്ങളും. അപ്പൊ ദൈവവചനത്തിൽ അങ്ങനെ ഉണ്ട്. ദശാംശത്തിന് നമ്മൾ തൊട്ടതല്ലേ പറഞ്ഞു. അത് നിങ്ങൾ ആ പേര് പറയണ്ട, ദൈവത്തിന് കൊടുക്കുക. ദൈവം പറയാം, പുതിയ നിയമത്തിൽ യേശു മരിച്ചു കൊടുത്തിട്ട് ആരും ഒന്നും കൊടുക്കണ്ട. അത് കഴിഞ്ഞല്ലേ പൗലോസ് ലേഖനങ്ങളിൽ പഠിപ്പിക്കുന്നത്. ലേഖനങ്ങളിലുണ്ടല്ലോ, യേശു പറയുന്നുണ്ടല്ലോ സുവിശേഷത്തിൽ. പക്ഷെ അതിന് പേര് നിങ്ങൾ എന്തുകൊണ്ടും മാറ്റിക്കും. പക്ഷെ കൊടുക്കുന്ന കാര്യങ്ങളിൽ കർത്താവുള്ളിടത്തോളം വിതയും കൊയ്ത്തും രാവും പകലും എല്ലാം ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ താങ്ക് യു. എന്തെങ്കിലും പറയാനുണ്ട്? നമുക്ക് ദൈവം കൃപ ചെയ്താൽ ഇനി ഇതുപോലുള്ള പല സന്ദേശങ്ങളുണ്ട്.